നമസ്കാരം. ഷാർജയിൽ മലയാളി യുവതി പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കി. കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലെ ഭാര്യ കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രജിത ഭവനിൽ വിഭജിത മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത്. 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയാണ് യുവതി കടുംകൈ ചെയ്തത്. മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭജികയും തൂങ്ങി മരിക്കുകയായിരുന്നു. യുവതിയുടെ കഴുത്തിൽ ആത്മഹത്യയുടെ വ്യക്തമായ അടയാളങ്ങൾ കണ്ടതായി സംഭവസ്ഥലം പരിശോധിച്ച് ഡോക്ടർ അറിയിച്ചു. ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. വിഭജിത മണിയൻ ഭർത്താവ് നിതീഷ് വലിയ വീട്ടിലുമായി പിണങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി എന്നാണ് വിവരം. വിഭജിക UAE-യിലുള്ള ബന്ധുവിന് അടുത്തിടെ അയച്ച ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. 1 വർഷമായി താനും നിതീഷും അകൽച്ചയിലായിരുന്നുവെന്നും മകൾ വൈഭവി പിറന്നതിൽ പിന്നെ ഇതൊട്ടും ഇല്ലാതെയായെന്നും യുവതി പറയുന്നു. ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ. എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. 1 വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും. എന്നാൽ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമെല്ലാം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു. അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ്. അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ് എന്നാണ് ആ ശബ്ദ സന്ദേശത്തിലുള്ളത്. പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ലെന്നും വിഭജിക പറയുന്നു. ഇഷ്ടം പോലെ പണമുണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അവരെല്ലാം എന്റെ ജീവിതത്തിൽ എന്തു നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നപ്പെട്ടത് ഇങ്ങനെയൊരു ദുരന്തത്തിൽ. 7 മാസത്തിന് ശേഷമാണ് തന്നോടൊപ്പം നിതീഷ് കഴിഞ്ഞത്. അയാളും സഹോദരിയും മാതാവും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും യുവതി ബന്ധുവിനോട് പരാതിപ്പെടുന്നു. എല്ലാം സഹിക്കുക തന്നെ. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും യുവതി അവസാനമായി പറയുന്നുണ്ട്. തനിക്ക് നിതീഷ് അയച്ച വിവാഹമോചന നോട്ടീസ് ലഭിച്ചെന്നും വലിയ വിഷമത്തിലാണെന്നും പറഞ്ഞ് വിഭജിക സംഭവ ദിവസം രാവിലെ നാട്ടിലേക്ക് വിളിച്ച് അമ്മ ശൈലജയോട് പറഞ്ഞിരുന്നു. അവർ വിഭജികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബ സുഹൃത്തായ കൊല്ലത്തെ അഭിഭാഷകനെ വിളിച്ച് കാര്യം പറയുകയും മകളെ വിളിച്ച് സമാധാനിപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് അഭിഭാഷകൻ വിഭജികയെ ഫോൺ വിളിച്ച് വിഷമിക്കേണ്ടെന്ന് പറയുകയും പോംവഴി ഉണ്ടെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിന് മുൻപേ വിഭജിക കടുംകൈ ചെയ്തു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭജികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഇവരുടെ ബന്ധു പറഞ്ഞു. എന്നാൽ വിഭജികയ്ക്ക് വിവാഹമോചനത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരിയോട് എപ്പോഴും പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു. അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് നിതീഷിനെ വിവരം അറിയിക്കുകയും അയാൾ വന്ന് വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി അഡ്വക്കേറ്റ് പ്രീത ശ്രീധർ മാധവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഷാർജ അൽ ബാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം. എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായ ശേഷമേ മൃതദേഹം സംസ്കരിക്കുകയുള്ളൂ.